ഹായ് ഗായ്സ്, നമ്മളിന്ന് ലെഗ് ഡേയുടെ ഭാഗമായിട്ട് ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 15 സെക്കൻഡ് സമയം കൊടുത്ത് നമ്മൾ ആൾക്കാരുടെ ലെഗിന്റെ കപ്പാസിറ്റി അളക്കാൻ വേണ്ടി പോവുകയാണ്. 15 സെക്കൻഡ് കൊണ്ട് നമ്മളൊരു ബലൂൺ കൊടുക്കുക. ആ ബലൂൺ ഊതി തീർത്തിട്ട് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആളുടെ ലെഗിന്റെ കപ്പാസിറ്റി ഹെൽത്തി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചലഞ്ചുമായിട്ടാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ. പൊട്ടിക്കുന്നവർക്ക് നമുക്ക് ഗിഫ്റ്റും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ചലഞ്ചിലേക്ക് പോകാം. ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ആ ചേട്ടന് നമുക്ക് ഈ ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. ലോകൽ ലെഗ് ഡേയുടെ ഭാഗമായിട്ട് സെന്റ് തോമസ് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. നമ്മൾ 10 സെക്കൻഡ് സമയം തരും. നമുക്കൊരു ബലൂണ് വീർപ്പിച്ച് പൊട്ടിക്കാം. ചേട്ടൻ്റെ ലെഗിന്റെ ഹെൽത്ത് നമുക്ക് അറിയാൻ വേണ്ടിയാണ്. നന്ദി മാത്രമല്ലേ. എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കണേ. എന്നെ കൊണ്ട് ആടി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. ഇതൊക്കെ എന്ത്? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇങ്ങനെ പേടിക്കലടാ. എല്ലാ വർഷവും സെപ്റ്റംബർ 25 നാം വേൾഡ് ലങ് ഹെൽത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ശ്വാസകോശത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള 2-3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ വർഷത്തെ വേൾഡ് ലങ് ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത് ക്ലീൻ എയർ ആൻഡ് സേഫ് ലങ് എന്നുള്ളതാണ്. അതായത് എയർ പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യുന്നത് വഴി നമ്മുടെ ലങ് ഹെൽത്ത് മെച്ചപ്പെടുത്തുക എന്നുള്ളത്. രണ്ടാമതായി പുകവലി ഒഴിവാക്കുക, പുകവലിക്കാരുമായുള്ള സമ്പർക്കം തന്നെ ഒഴിവാക്കുക. മൂന്നാമതായി റെഗുലറായി എക്സസൈസ് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസും എയറോബിക് എക്സസൈസും റെഗുലറായി ചെയ്യുന്നത് വഴി നമ്മുടെ ലങ് കപ്പാസിറ്റി മെച്ചപ്പെടുത്താൻ സാധിക്കും. നാലാമതായി ഇൻഫെക്ഷൻ വരുന്നത് തടയുക. ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ലങ് ഹെൽത്ത് മെച്ചപ്പെടുത്താൻ സാധിക്കും. അഞ്ചാമതായി ഇപ്പോൾ നമുക്ക് പ്രിവെന്റീവ് വാക്സിനേഷൻ അവൈലബിൾ ആണ്. നീണ്ടകാലമായി ശ്വാസകോശ സംബന്ധമുള്ള അസുഖക്കാർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കറക്റ്റ് സമയത്ത് വാക്സിനേഷൻ എടുക്കുന്നത് വഴി അവർക്ക് അസുഖം കൂടി വരുന്നതും ന്യൂമോണിയ പോലുള്ള ഇൻഫെക്ഷൻ വരുന്നത് നമുക്ക് തടയാനും സാധിക്കും.